ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഇന്ത്യയിൽ ഈ വർഷത്തിലെ ബ്രഹ്മാണ്ഡ ചരിത്ര ബിഗ് ബഡ്ജറ്റ് സിനിമ പ്രഭാസിന്റെ കൽക്കി 2898 AD എന്ന സിനിമ കൃത്യം 5 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ചൊവ്വാഴ്ച സിനിമയുടെ 6ാം ദിവസമാണ്. ആദ്യ 5 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട്, ഒപ്പം തന്നെ സിനിമയുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് തുടങ്ങിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 600-650 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ താരനിര ഭാഗമായ സിനിമ 555 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തു എന്ന് പറഞ്ഞാണല്ലോ ഈ കാണുന്ന പോസ്റ്റർ ഇന്നലെ സിനിമയുടെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടത്. എന്നാൽ ഇന്ന് 5 ദിവസത്തെ കളക്ഷനായിട്ട് ഒരു പോസ്റ്ററും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടില്ല. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അന്യഭാഷ മീഡിയാസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അത് പ്രകാരം ഇന്നലെ തിങ്കളാഴ്ച മാത്രം 70 കോടിയായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എന്നും, അങ്ങനെ 625 കോടിയിലേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കൽക്കി വെറും 5 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടു എന്നാണ് അന്യഭാഷ മീഡിയാസ് പുറത്തുവിടുന്നത്. ഇന്നലെ സിനിമ പ്രതീക്ഷിച്ച കളക്ഷൻ ഇടിവ് മാത്രമേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും നേടിയെടുത്തിട്ടുള്ളൂ. സിനിമയ്ക്ക് ഞായറാഴ്ച 140 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ ആയിരുന്നു വേൾഡ് വൈഡ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ അത് 70 കോടിയായിരുന്നു. അങ്ങനെ 625 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇൻഒഫീഷ്യൽ കണക്കുകൾ എപ്പോൾ വരുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇനി കൽക്കിയുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ദുൽഖർ കൂടി ഒരു ഗസ്റ്റ് റോളിലെത്തിയ കൽക്കിക്ക് തിങ്കളാഴ്ച പ്രതീക്ഷിച്ചതുപോലെ 1.5-2 കോടി റേഞ്ചിൽ തന്നെയാണ് കേരള കളക്ഷൻ. 4,05,00,000 സിനിമയുടെ ഞായറാഴ്ച കേരള ഗ്രോസ് കളക്ഷൻ എങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച അത് 1,75,00,000 രൂപയാണ്. അങ്ങനെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് വെറും 5 ദിവസങ്ങൾ കൊണ്ട് 14,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ദുൽഖർ കൂടി ഭാഗമായ ഗസ്റ്റ് റോളിലെത്തിയ സിനിമ കാണാനായിട്ട് കൂടുതൽ പ്രേക്ഷകർ കേരളത്തിൽ നിന്നടക്കം സിനിമ കാണാനായിട്ട് എത്തുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ച മുതലുള്ള അടുത്ത സിനിമയുടെ കേരള എസ്റ്റിമേറ്റ് കണക്കുകൾ കേട്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.